നമസ്കാരം. ഏകദേശം ഒരു 4 വർഷമായി ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണമെന്ന് വിചാരിച്ച് നടക്കുന്നത്. അവസാനം ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു. വീട്ടിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ദ സൂപ്പർ സ്കൂട്ടർ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ ചിലർക്കെങ്കിലും സ്കൂട്ടർ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? യെസ്, ദ ലോങ്സ്റ്റ് റേഞ്ച് സ്കൂട്ടർ. സിമ്പിൾ വണ്ണിനെ കുറിച്ചിട്ട് മുമ്പ് നമ്മൾ ഈ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ചെയ്ത അന്ന് മുതൽ നിലവിൽ ഈ വണ്ടികൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് വരെ. നിങ്ങൾക്ക് ആ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് കാണണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണെങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. 8.5 കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന PMS മോട്ടറാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ബെൽറ്റ് ഡ്രൈവ് ആണ് കേട്ടോ. അതേപോലെ 72 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 105 km/h ആണ്. 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ വെറും 2.55 സെക്കൻഡ്സ് മാത്രം മതി. എക്കോ, റൈഡ്, ഡാഷ്, സോണിക് എന്നീ 4 റൈഡിംഗ് മോഡുകളാണ് ഈ വണ്ടിക്കുള്ളത്. എക്കോ മോഡിൽ തന്നെ നമുക്ക് ഏകദേശം 50 km/h സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഇനിയിപ്പോ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2 ബാറ്ററി പാക്കുകളാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3.7 kWh വലിയൊരു ലിഥിയം അയൺ ബാറ്ററി പാക്ക് ഫ്ലോർ ബോർഡിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല, ഫിക്സ്ഡ് ആണ്. പിന്നെ ഉള്ളത് 1.7 kWh ലിഥിയം അയൺ ബാറ്ററി പാക്ക് ബൂട്ട് സ്പേസിൽ ഇവിടെയാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. എന്ന് വെച്ചാൽ മൊത്തം 5.4 kWh ബാറ്ററി പാക്കാണ്. പക്ഷെ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് 5 kWh മാത്രമാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ 5 kWh ബാറ്ററി ഒരു ഫുൾ ചാർജ് ചെയ്താൽ 200 കിലോമീറ്ററിന് മുകളിൽ IDC റേഞ്ച് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷെ നമ്മുടേതായ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പം അത്രയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഒരു 170-ന്റെയും 180-ന്റെയും കിലോമീറ്ററിന് ഇടയ്ക്ക് നമുക്ക് റേഞ്ച് പ്രതീക്ഷിക്കാം. പിന്നെ ഇതൊക്കെ നമ്മുടെ റൈഡിംഗ് സ്റ്റൈല് പോലെ ഇരിക്കും. ഏറ്റവും പവർ കൂടിയ സോണിക് മോഡിൽ ഇട്ടിട്ട് നമ്മൾ ഫുൾ ടൈം 80-90 km/h സ്പീഡിൽ കത്തിച്ച് ഓടിക്കുകയാണെങ്കിൽ 100 കിലോമീറ്റർ റേഞ്ച് പോലും കിട്ടണമെന്നില്ല. ഡീസന്റ് ആയിട്ട് ഓടിച്ചാൽ 200 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് കിട്ടിയേക്കാം. അങ്ങനെ കിട്ടിയവരുമുണ്ട്. എന്തായാലും ഒരു റേഞ്ച് ടെസ്റ്റ് അധികം വൈകാതെ തന്നെ ചെയ്യുന്നുണ്ട്. 100% ബാറ്ററിയിൽ നിന്നും ഏകദേശം 1% ബാറ്ററി വരെ നമുക്ക് എല്ലാ രീതിയിലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എത്ര റേഞ്ച് കിട്ടുമെന്ന് നോക്കാം. എനിക്ക് ഈ വണ്ടി ഡെലിവറി ലഭിച്ചത് ഇന്നലെയാണ്. 95% ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം എത്ര സമയം വേണ്ടി വരുമെന്ന് ഞാൻ ചാർജ് ചെയ്ത് നോക്കിയിട്ട് റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഏകദേശം 7 മണിക്കൂറിനടുത്ത് വേണ്ടി വരുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഒരുപക്ഷെ അതിൽ കൂടുതലും. 750 വാട്ട്സിന്റെ ചാർജറാണ് നമുക്ക് ഈ വണ്ടിയുടെ കൂടെ ലഭിക്കുന്നത് കേട്ടോ. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 90/90 12 ഇഞ്ചസിന്റെ ടയറുകളാണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത്. വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, റെഡ് എന്നീ 4 കളറുകളിൽ ഇറങ്ങുന്ന ഈ വണ്ടിയുടെ മുന്നിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും അതുപോലെ പിന്നിൽ മോണോഷോക്ക് സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത്. 30 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. ചാർജറും അതുപോലെ തന്നെ കമ്പനി തരുന്ന ഹാഫ് ഫേസ് ഹെൽമെറ്റും നമുക്ക് ഒരുമിച്ച് ഈ ഒരു ബൂട്ട് സ്പേസിൽ വെക്കാൻ സാധിക്കും. പക്ഷെ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിൽ വെക്കുകയാണെങ്കിൽ ചാർജർ നമുക്ക് വെക്കാൻ സാധിക്കില്ല. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ബൂട്ട് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ലൈറ്റും ഉണ്ട് ബൂട്ട് സ്പേസിൽ. പിന്നെ മുന്നിൽ ഇവിടെ 7 കിലോഗ്രാം ഭാരം താങ്ങാവുന്ന ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ വാറന്റിയാണ് സിമ്പിൾ വണ്ണിന്റെ ബാറ്ററിക്കും മോട്ടോറിനും MCUവിനും ഡിസ്പ്ലേക്കും കമ്പനി നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കൂടുതൽ കാശ് നൽകി 5 വർഷം 60,000 കിലോമീറ്റർ വരെയും 8 വർഷം 80,000 കിലോമീറ്റർ വരെ എക്സ്റ്റൻഡഡ് വാറന്റി എടുക്കാനുള്ള സൗകര്യവും അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൽ MCU ഡിസ്പ്ലേ ഉൾപ്പെടില്ല കേട്ടോ. ബാറ്ററിക്കും മോട്ടോറിനും മാത്രമാണ് എക്സ്റ്റൻഡഡ് വാറന്റി ഉള്ളത്. കമ്പനി വണ്ടിയുടെ കൂടെ തരുന്ന വാറന്റിക്ക് പുറമെ എഡീഷണൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന 2 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ എക്സ്റ്റൻഡഡ് വാറന്റിക്ക് നമ്മൾ നൽകേണ്ടത് 5,500 രൂപയും എഡീഷണൽ ആയിട്ട് എടുക്കുന്ന 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ എക്സ്റ്റൻഡഡ് വാറന്റിക്ക് 8,500 രൂപയുമാണ് നമ്മൾ നൽകേണ്ടത്. ഈ ഒരു സിമ്പിൾ വണ്ണിന് പുറമെ സിമ്പിൾ വൺ S എന്നൊരു വേരിയന്റും ഇവർക്കുണ്ട്. അത് ബേസ് മോഡലാണ് കേട്ടോ. അതിന് പക്ഷേ ബൂട്ട് സ്പേസിൽ റിമൂവബിൾ ബാറ്ററി ഉണ്ടാവില്ല. 3.7 kWh ഫ്ലോർ ബോർഡിലെ
ബാറ്ററി മാത്രമായിരിക്കും. 181 കിലോമീറ്റർ IDC റേഞ്ച് ആണ് ഈ ഒരു ബേസ് മോഡലിന് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടേതായ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അത്രയൊന്നും കിട്ടില്ലെങ്കിലും ഒരു 120 മുതൽ അല്ലെങ്കിൽ ഒരു 120ന്റെയും 130ന്റെയും ഇടയിൽ നമുക്ക് റേഞ്ച് പ്രതീക്ഷിക്കാം. സിമ്പിൾ വൺ ടോപ്പ് വേരിയന്റിന്റെ എക്സ്ഷോറും വില, അതായത് ഞാനെടുത്ത ഈ ഒരു വണ്ടിയുടെ ടാക്സും ഇൻഷുറൻസും എക്സ്റ്റൻഡഡ് വാറണ്ടിയും RSAയും എല്ലാം അടക്കമുള്ള ഓൺ ദ റോഡ് വില വന്നത് ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 2 ലക്ഷം തന്നെ. ബേസ് മോഡലിന് അതായത് സിമ്പിൾ വൺ എസിന് ഓൺ ദ റോഡ് ഏകദേശം 1,70,000 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്റെ ഈ വണ്ടിയെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് അല്ലെ. എന്തുകൊണ്ട് ഞാൻ ഈ വണ്ടി എടുത്തു, ഈ വണ്ടി ഞാൻ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ അധികം വൈകാതെ തന്നെ പറയാം കേട്ടോ. കാരണം ഞാൻ ഈ വണ്ടി തീരെയും ഓടിച്ചു നോക്കിയിട്ടില്ല. വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒരു ടെസ്റ്റ് റൈഡ് ചെയ്യണം, റേഞ്ച് ടെസ്റ്റ് ചെയ്യണം. സത്യം പറയുകയാണെങ്കിൽ കുറെ കിലോമീറ്റർ ഓടണം, എന്നാലേ എനിക്ക് കൃത്യമായിട്ട് ഈ വണ്ടീനെ പറ്റിയിട്ട് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് ഞാൻ ഈ വണ്ടി എടുത്തെന്ന് കരുതിയിട്ട് ദയവ് ചെയ്തിട്ട് ഇപ്പം തന്നെ ആരും ഈ വണ്ടി ബുക്ക് ചെയ്യുകയോ എടുക്കുകയോ ചെയ്യരുത്. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ. കാരണം ചിലരൊക്കെ അങ്ങനെ കമന്റിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ ബ്രോ എടുക്കുന്ന വണ്ടി തന്നെ ഞങ്ങൾ എടുക്കുന്നൊക്കെ. ദയവ് ചെയ്ത് അങ്ങനെ ഇപ്പം ചെയ്യരുത്. കാരണം വേറെ ഒന്നുമില്ല, വണ്ടി ഞാൻ കുറച്ചധികം കിലോമീറ്റർ ഓടിച്ച് നോക്കിയിട്ടേ നമുക്ക് അല്ലേ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ പറ്റുമെങ്കിൽ മാത്രം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക പ്ലീസ്. ഇതൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരുമോ? റിമൂവ് അതായി ബട്ടൺ ഇങ്ങനെ പുഷ് ചെയ്യുക, ഇത് ജസ്റ്റ് പൊന്തിക്കുക. ഓക്കെ ഓക്കെ. ഇത് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ട്? ഇത് 11 കിലോ വെയിറ്റ് ഉണ്ട്. അതൊന്ന് അതിനകത്തേക്ക് വെക്കുമോ? അത് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുക, ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഓക്കെ, ഇത്രേ ഉള്ളൂ. ലോക്കായി. ചാർജർ 750 വാട്ട്സിന്റെ ചാർജറാണ് അവർ അതിന്റെ വണ്ടീനൊപ്പം തരുന്നത്. ഓക്കെ. ഇത് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ട്? ഇപ്പൊ 9 hours ആണ് വരുന്നത്. ഓക്കെ. പക്ഷെ അവരൊരു പുതിയൊരു അപ്ഡേറ്റ്സ് വരുന്നുണ്ട് പറയുന്നുണ്ട്. അത് വന്നാൽ 7 hours കംപ്ലീറ്റ് ഫുൾ ചാർജ് ആവുന്ന പറയുന്നത്. പക്ഷെ 9 hours എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര കൂടുതലാണ്. പക്ഷെ 5 point something ബാറ്ററി ഉണ്ടല്ലോ. ഇവർക്ക് പുറമേ നിന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള വല്ല ഓപ്ഷൻ ഇപ്പൊ നിലവിലില്ല. അതും ഫ്യൂച്ചറിൽ അവർ ആഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ നമ്മൾ ചാർജറിന്റെ കാര്യത്തിൽ അവർ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചാർജർ സ്ക്രാച്ച് ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്രാച്ച് ആയാലും വാറണ്ടിക്കൊക്കെ പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, ഇതിന്റെ സൈഡ് സ്റ്റാൻഡ് നമ്മളിവിടെ ഒരു ചിരട്ട വെച്ചതാണ്. അതിന് കാരണം എന്താണെന്ന് അറിയോ? ഒന്ന് വണ്ടി മുന്തിച്ചേ. ഇതിൻ്റെ താഴത്ത് നിങ്ങൾ കണ്ടോ, ഇതിങ്ങനെ ഇവിടെ ഷാർപ്പാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറുത് വേണം, എന്നാലേ നിലത്ത് നിൽക്കുള്ളൂ. ഇതിപ്പോൾ ചിരട്ട വെച്ചില്ലെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാമത് പൂഴിയുള്ള സ്ഥലമാണ്. ഒന്നെടുത്ത് ഇത് അകത്തേക്ക് കുഴിഞ്ഞു പോകുന്നതാണ്. ഉണ്ടോ, പെട്ടെന്ന് കുഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. ലൈറ്റിൻ്റെ പവറൊക്കെ എങ്ങനെയുണ്ട്? ലൈറ്റ് പവറൊന്നും എനിക്കൊരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല, നന്നായിട്ട് തന്നെ തോന്നിയത്. നിങ്ങളൊരു അഭിപ്രായത്തിൽ വണ്ടീൻ്റെ സസ്പെൻഷൻ എങ്ങനെയുണ്ട്? കാരണം പല വണ്ടികളുടെയും ഇലക്ട്രിക് വണ്ടികളുടെ സസ്പെൻഷൻ വളരെ മോശമാണ്, നിങ്ങൾക്ക് അറിയാലോ. അറിയാം. നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഞാനത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ എങ്ങനെയുണ്ട് നിങ്ങൾ ഓടിച്ചിട്ട്? ഇത് ഞാൻ ഓടിച്ചിട്ട് എനിക്ക് സസ്പെൻഷനിൽ ഒരു മോശം അഭിപ്രായം ഇല്ലാന്ന് തന്നെ പറയാം. എന്തായാലും ഞാനൊന്ന് ഓടിച്ച് നോക്കട്ടെ. ഓക്കെ. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ബാറ്ററി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയ ചാർജർ അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എവിടെയെങ്കിലും പോയി ചാർജ് ബുദ്ധിമുട്ടായാൽ ഇത് ഊരിട്ട് കൊണ്ടുപോയി ചാർജ് ചെയ്യാം. അതേപോലെ ഏത്തർ 450Xൽ പണ്ട് മുതലേ ഉള്ളൊരു പ്രശ്നമായിരുന്നു. ഇതാ ഇവിടുന്ന് ഈ ഒരു ടയറിന്റെ ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ചളി തെറിക്കുന്ന പ്രശ്നം. ആ ഒരു പ്രശ്നം സിമ്പിൾ വണ്ണിലുണ്ടോ? ഇതിനും ഉണ്ടായിരുന്നു. അതിന് ഞാനിപ്പോൾ അതോടെ 350 റുപ്യ മുടക്കിയിട്ട് ഇത് മാറ്റിയതാ. ഏത് മാറ്റി? ഈ സാധനം മറുകാട് അത് മാറ്റിയപ്പോൾ ഇത് മാറ്റിയപ്പോൾ ചളി എല്ലാം തെറിക്കില്ല. ഓക്കെ. പക്ഷേ സിമ്പിൾ വണ്ണിന് ഇപ്പോൾ ചളി ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചളി തെറിക്കുന്നുണ്ട്. ഞങ്ങൾ കോട്ടക്കൽ പോയപ്പോൾ കോട്ടക്കലിന് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ബാക്കിൽ ഫുള്ള് ചളി തെറിച്ചു. ഇവിടൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ അതായത് ബാക്കിലിരിക്കുന്ന ആളെ പുറത്തൊക്കെ ചളിയാവില്ല? അതെ ഫുള്ള് ചളിയായി. അത് ശരി. അപ്പോൾ ഞങ്ങൾ കമ്പനി വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അവർ അടുത്ത തവണ ഇതേപോലത്തെ ഒരു സാധനം ഇങ്ങോട്ടും വരാണ്ട്, അത് വന്നാൽ നിങ്ങളെ ഈ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത തവണ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ടയറിന്റെ മുകളിൽ ഒരു ഹഗ്ഗർ പോലെ. അതേപോലെ ഇതിന്റെ രണ്ട് വണ്ടിയുടെ മോട്ടർ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ? പവർ ഇതിൽ 8.5 ആണ് സിമ്പിൾ വൺ, 8.5 പീക്ക് പവർ അല്ലേ? അതേപോലെ ഇത് ഏതൊരു 6.2 ആണ്, 6.2 കിലോ വാട്ട്. അതുകൊണ്ട് തന്നെ ഇത് 105 കിലോമീറ്റർ സ്പീഡ് കിട്ടും. ഇത് 90 വരെ പോവുള്ളൂ. ഉമ്മേനോട് ഒരു കാര്യം ചോദിക്കേണ്ടത്, ഇത് അമ്മ ഇതൊന്ന് കയ്യിൽ വെച്ചേ. നിങ്ങൾ ഈ വണ്ടിയിൽ പോവലുണ്ടോ മക്കളെ കൂടെ? ബാക്കിലിരുന്ന് പോവലുണ്ടോ? നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടിയിൽ പോകുമ്പോഴാണ് എന്താ നല്ല സുഖം തോന്നിയത്? രണ്ട് വണ്ടിയിൽ പോകുമ്പോൾ സുഖമുണ്ട്. രണ്ട് വണ്ടിയിൽ അവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ, അതിൽ സുഖമില്ല. അതിൽ സുഖമില്ല. അതെന്താ കാരണം? എന്താ? ഇത് ശബ്ദമില്ല. ശബ്ദമില്ലാത്തതുകൊണ്ട്.